ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ ചേച്ചിയെ തന്നെയാ. അർച്ചനയിലുണ്ടായ മാറ്റത്തെ സംശയത്തോടെ കാണുന്ന അമ്പിളി. ശരി, എന്നാ ഞാൻ ചെന്ന് വിഷമിച്ചിരിക്കട്ടെ. എന്താ അച്ചുവച്ചിക്ക് പറ്റിയത്? മനസ്സ് കല്ലാക്കി വച്ചിരിക്കുന്നവർക്ക് എന്ത് കുറ്റബോധം? അർച്ചനയോട് ചെയ്ത ചതിക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരുമെന്ന് ശബരി. ഞങ്ങളെന്തോ മഹാപാതകം ചെയ്ത പോലെ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതവന്റെ നന്മ കരുതിയ. ഉണ്ണിത്താനും ഭാഗ്യവും മൂന്നാറിലെത്തുന്നു. രാത്രി മഴ തുടരുന്നു. ശ്രുതി പോയാ മോളെ തനിച്ചു നിർത്താൻ പറ്റില്ല. ഭാഗ്യം നിന്റെ കൂടെ ഉണ്ടാകും. അതിനുവേണ്ടി അവള് വന്നത്. അച്ഛനെ തനിച്ചാക്കി അമ്മ എന്റെ കൂടെ നിർത്താനോ? അതിന് ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ഒരു കുഞ്ഞിനു വേണ്ടി മോൾ ഈ ത്യാഗം സഹിക്കുമ്പോ അച്ഛനും കുറച്ചു കാലം തനിച്ച് ജീവിച്ചാലെന്താ? ഞാനെതിരെ അമ്മയെ സമ്മതിക്കില്ല. അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആണ്. അമ്മ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവണം. മോളത് പ്രശ്നമായിട്ട് കാണണ്ട. നമ്മൾ നേരിടുന്നത് വലിയൊരു ദൗത്യമാ. അതിനെല്ലാരും സഹകരിക്കണം. അച്ഛൻ മനസ്സിൽ കാണുന്നത് അതൊന്നും അല്ലാന്ന് എനിക്കറിയാം. ആന്റിയുടെ വരവ് അച്ഛനെ തടയണം. എന്തിനല്ലെന്ന് പറയണം. അവളെ ഈ മണ്ണിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആന്റിയെ ഞങ്ങൾ അകറ്റി നിർത്താനുള്ള കാരണം എന്താ? അവളുടെ ആദ്യത്തെ ഹസ്ബൻഡിന്റെ മരണത്തിന് കാരണക്കാരൻ ഞാനാണെന്ന് അവൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ച അവൾ അയാൾക്കൊപ്പം പോയത്. എന്നെ അത് കുറച്ചൊന്നുമല്ല നാണം കെടുത്തിയത്. അയാളുടെ ഒരു കേസ് അന്നെൻ്റെ കോർട്ടിലുണ്ടായിരുന്നു. വിധി അയാൾക്ക് പ്രതികൂലമായിരുന്നു. ഞാൻ പകരം വീട്ടിയതാണെന്ന് അവളും അയാളും തെറ്റിദ്ധരിച്ചു. അവർക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത വന്നു. അതിനെ തുടർന്നായിരുന്നു അയാളുടെ മരണം. സത്യത്തിനും നീതിക്കും അപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നോടുള്ള പകയുടെ പുറത്താ പിന്നീട് അവൾ കാനഡയിലുള്ള ഒരാളെ വിവാഹം കഴിച്ചു പോയത്. ഞാൻ കേട്ടത് ആന്റിയുടെ രണ്ടാമത്തെ ഭർത്താവാണ് മരിച്ചു പോയതെന്നാ. നിന്നോട് അവൾ പറഞ്ഞ അങ്ങനെയാവും. അയാളെപ്പറ്റിയൊന്നും എനിക്കറിവില്ല. അവളുടെ മകൾ ആദ്യത്തെ ബന്ധത്തിലേതാ. അവർ പുറപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ക് അവളുടെ യാത്ര നിങ്ങൾ തടയണം. അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നേ? ആന്റി വരട്ടെ. 1 മാസം കഴിഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിടാം. അതിനുള്ളിൽ അച്ഛനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഞാൻ മാറ്റിയെടുത്തോളാം. അത് നല്ലതാണ്. കൂടപ്പിറപ്പുകൾ പരസ്പരം ശത്രുതയോടെ കഴിയാൻ പാടില്ലല്ലോ അങ്ക്. ആന്റിയെക്കുറിച്ച് വീട്ടിലാരും അധികമൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അവർക്കിടയിൽ മഞ്ഞുരുക്കേണ്ടത് എന്റെ കടമയല്ലേ? അതെ, അതിനിടയിൽ നിരഞ്ജനയ്ക്കൊരു ദോഷം വരാതെ നോക്കണം. ഹോ, ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. എല്ലാം കലങ്ങി തെളിഞ്ഞതുപോലെയായി. അർച്ചനയ്ക്കൊരു ജോലി കിട്ടുന്നായപ്പാ അതോടെ ഇപ്പോഴത്തെ സങ്കടം അവള് മറക്കും. ജീവിക്കണമെന്നൊരു മോഹം അവൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം എൻ്റെ മക്കളുടെ മുഖത്തും കാണാനുണ്ട്. ഹോ, ഈ നാട്ടിലോട്ട് വന്നപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇവിടം വിട്ടുപോകാൻ വരെ രായപ്പ നോക്കിയതല്ലേ? നിങ്ങളാ എന്നെ തടഞ്ഞു നിർത്തിയത്. ഒളിച്ചോടിയതുകൊണ്ട് ഒരു പ്രശ്നവും തീരില്ല. വരുന്നതെന്തോ അതിനെ നമ്മൾ നേരിട്ടേ പറ്റും. കുഞ്ഞേതോ കോടീശ്വരന്റെ കയ്യിലാണല്ലേ? അതിലാർക്കൊരു സംശയവുമില്ല. അത് നല്ല നിലയിൽ ജീവിക്കട്ടെ. അർച്ചന കരുതുന്നതും അതാ. കുഞ്ഞിനെ കണ്ടെത്താൻ ഒരു വഴിയില്ലേ? അതിൻ്റെ പിന്നാലെ പോയിട്ട് ഇനി എന്ത് കാര്യമുള്ളത്? തിരിച്ചു കിട്ടിയാലും അർച്ചനയ്ക്ക് വളർത്താൻ പറ്റുമോ ആ കുഞ്ഞിനെ? അത് പറ്റില്ല. പക്ഷേ കൊച്ചു വളരുന്നതേ എവിടാണെന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാ. ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചതാ. കൊച്ച് ഏത് വീട്ടിലാന്ന് കണ്ടെത്തിയ അതിന്റെ ഗുണം രായപ്പനുണ്ട്. എനിക്കെന്ത് ഗുണം? ഒന്ന് പറഞ്ഞു കൊടുക്കാശാനെ. തേടിപ്പിടിച്ച് രായപ്പൻ അങ്ങോട്ട് ചെന്നാലേ എന്താണ് ഉണ്ടാവുക? ഒന്ന് ഓർത്തു നോക്ക്. അവർക്ക് രാജപ്പനെ ഒഴിവാക്കേണ്ടി വരും. അതിന് ചെയ്യാവുന്നത് നല്ലൊരു തുക തരിക. അതെന്ന് തഞ്ചത്തിൽ നിന്ന പലതും നേടാം. ഒരിക്കൽ ഞാൻ അതിന് പുറപ്പെട്ടതിന്റെ ഫലം നന്നായി അനുഭവിച്ചതാ. ഇതങ്ങനെ അല്ലടോ. അവരാ കൊച്ചിനെ സ്വന്തം കൊച്ചായിട്ടാ വളർത്തുന്നത്. രായപ്പനെ ഉപദ്രവിക്കാൻ അവര് ധൈര്യപ്പെടില്ല. നല്ലൊരു തുക കൈ തടഞ്ഞ അത് വേണ്ടാന്ന് വെക്കണം. 2 പെമ്മക്കളല്ലേ രായപ്പന്? അവരുടെ കെട്ട് നടത്താന്നേ. ഇതിലൊരു കുറ്റബോധവും വേണ്ട.
ഇനി അവരൊന്നും തന്നില്ലേ തന്നെ തിരിച്ചു പോന്നേക്കണം. കാശുണ്ടാക്കാനുള്ള വഴിയല്ലേ ഈ പറയുന്നേ. അർച്ചനെ അറിയാതെ തന്നെ ഒരു ബന്ധുത്വം ഉണ്ടാക്കി വെച്ച അവര് രായപ്പനെ കൈവിടില്ല. ആരെ കൊണ്ടൊക്കെയാ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ആർക്കറിയാം. മനസ്സാ വാച രായപ്പൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ കിട്ടുന്ന സഹായം വേണ്ടെന്ന് വെക്കുന്നത്? രായപ്പന്റെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ ആ കൊച്ച്, അതും ആൺകുട്ടി. സാമ്പത്തിക നേട്ടമില്ലെങ്കിലും ഏത് വഴിക്കെങ്കിലും അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാ. ഇന്നത്തെ പോലെ ആയിരിക്കത്തില്ല നാളത്തെ കാലം. വാച്ചർ പറഞ്ഞ പോലെ ആരാർക്ക് തുണയാവുമെന്ന് ഒരു നിശ്ചയവും ഇല്ല. ആ എന്നാ പിന്നെ ഞങ്ങൾക്ക് ആര്യങ്കാവൂരിന്ന് പോണം. ശരി, എന്നാ നാളെ കാണാം. ആ. വാടോ. ആ, നിങ്ങൾ ചെല്ല്. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കുവോ ചേച്ചി? ചില സത്യങ്ങൾ ഇങ്ങനെയാ മോളെ, നമ്മളെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പോലീസുകാരനെ വിശ്വസിക്കാവോ? ഇനി അയാളുടെ മനസ്സിൽ വല്ല ചതിയുണ്ടെങ്കിലോ? ആരോടും പറയരുതെന്ന് പറയുമ്പോ തന്നെ അതിന്റെ പിന്നിലൊരു ചതിയില്ലേ? ഫൈസി സാറ് ചതിയനോ വഞ്ചകനോ അല്ല മോളെ. എന്റെ മോനുള്ള വീട് വരെ ഫൈസി സാർ പറഞ്ഞു തന്നില്ലേ? വേലക്കാരുടെ ആവശ്യമൊക്കെ ഉണ്ടായത് പിന്നീടല്ലേ? വീട്ടുജോലിക്കാരിയായിട്ടാണോ അപ്പൊ അച്ചുവെച്ച് പോകുന്നത്? കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് ഫൈസി സാർ പറഞ്ഞത്. ഒരമ്മയുടെ കടമയല്ലേ അത്? അതെങ്ങനെ ജോലിയാവും? ഈ സമയത്താ എന്റെ മോന് അമ്മയുടെ ആവശ്യം വേണ്ടത്. അവൻ അവകാശപ്പെട്ട മുലപ്പാലും കൊണ്ട് ഞാനിവിടെ കഴിയുന്നത്. അച്ചുവെച്ച് പറയുന്നതല്ല ശരിയാ, പക്ഷെ ചെന്ന് താമസിക്കേണ്ടത് സുധിസാറിന്റെ ഭാര്യയുടെ കൂടെ. കുഞ്ഞ് അച്ചുവെച്ചിയുടെ ആണെന്ന് അവർക്കറിയാന്നല്ലേ പറഞ്ഞത്? അത് പറഞ്ഞ കുഞ്ഞിനെ തിരിച്ചു ചോദിക്കാൻ ഫൈസി സാറ് നിരഞ്ജനെ കാണാൻ മൂന്നാറിൽ പോയത്. എന്റെ ദൈവമേ, വരും വരായിക വല്ലതും അച്ചുവെച്ച് ആലോചിക്കുന്നുണ്ടോ? എന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എത്രയും വേഗം എന്റെ മോന്റെ അടുത്തെത്തണം. എന്റെ കൂടെ ആരും ഇല്ലെങ്കിലും അതെനിക്കൊരു വിഷയമേ അല്ല. സുധിയോ നിരഞ്ജനയോ ഒന്നും എനിക്ക് വിഷയമല്ല. പിടിക്കപ്പെട്ടാലോ? അതേപ്പറ്റിയാ നമ്മൾ ചിന്തിക്കേണ്ടത്. സുധിസാറിന്റെ അച്ഛനും അമ്മയും അവിടെ വരില്ലേ? വരട്ടെ, എന്നെ അവർ കണ്ടിട്ടില്ല. ആകെ കണ്ടത് ആ വക്കീല. പിന്നെ സുധിയും വീട്ടുകാരും തമ്മില് അത്ര സുഖത്തിലല്ലെന്നാ ഫൈസി സാർ പറഞ്ഞത്. കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള കാരണവും ഞാൻ പറഞ്ഞതല്ലേ. അപ്പോ സുധിസാറിന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ലല്ലേ? അതറിഞ്ഞിട്ടാ സുധി നിരഞ്ജനെ സ്വീകരിച്ചത്. വീട്ടുകാരോട് പക തീർക്കുക സുധി. പിന്നെ എന്താ? സുധിയും നിരഞ്ജനയും അന്യരെ പോലെയാണത്രേ ഇപ്പോഴും ജീവിക്കുന്നത്. നിരഞ്ജനയ്ക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെ മാത്രമാണ്. സുധി അത് സാധിച്ചു കൊടുത്തിട്ട് സിംഗപ്പൂരിലേക്ക് പോവാ. ഇപ്പോഴും സുധി അറിയുന്നില്ല അത് സ്വന്തം കുഞ്ഞാണെന്ന്. ഇതിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും അച്ചുവെച്ചി ഓർത്ത സുധിസാർ ജീവിക്കുന്നതെന്നല്ലേ? സുധിസാറിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയി. സുധി ഒരു കാലത്തും എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞെന്ന് സുധി എല്ലാവരും വിശ്വസിപ്പിച്ചതായിട്ടാ ഫൈസി സാർ എന്നോട് പറഞ്ഞത്. ഇന്നോളം സുധിക്ക് ഞാൻ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. പാവം അത് വിശ്വസിച്ചു. എന്നിട്ട് എന്നെ ഓർത്ത് ഉമിത്തിയിൽ എന്ന പോലെ സ്വയം എരിഞ്ഞു ജീവിച്ചു. അപ്പോ സുധിസാർ അച്ചുവെച്ച് ചതിച്ചതല്ല അല്ലേ? അല്ല, സുധി ജീവിച്ചതോർക്കുമ്പോ ഞാൻ അനുഭവിച്ചതൊന്നും ഒരു വേദനയായി എനിക്ക് തോന്നുന്നില്ല. അച്ചുവെച്ച് എത്ര കാലം അവിടെ നിൽക്കും? ജോലിക്കുള്ള ഓർഡർ വരുന്നത് വരെ. ഓർഡർ വന്നില്ലെങ്കിലും സുധി വരുന്നതിന് മുൻപ് ഞാൻ അവിടുന്ന് പോവും. അവന്റെ അച്ഛൻ്റെ കൂടെ വളരട്ടെ.
ആരും തിരിച്ചറിയാത്തൊരു ലോകത്ത് അമ്മയും ജീവിക്കും. മോള് ചെല്ല്, അച്ചുവെച്ച് കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. ആ പിന്നെ ഇത് മോളുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. ആഹാ, ഇവിടെ വന്നിരിക്കായിരുന്നോ? ദൈവമേ, ഞാൻ മനസ്സിലിപ്പോ ഓർത്തേ ഉള്ളൂ. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് തന്നെ മഹാഭാഗ്യം. എന്താണാവോ ഓർത്തത്? അത് പിന്നെ നേരി കണ്ടിട്ട് ഒരാഴ്ച ആയില്ലേ. അപ്പോ കാണാതിരുന്ന അന്വേഷിക്കും. അത് വേണ്ടേ? അല്ല, എന്താ ഇങ്ങനൊരു ചേഞ്ച്? എനിക്കെന്ത് ചേഞ്ചാ? ഒരു ചേഞ്ചും ഇല്ല. സുധി ഇപ്പോഴും അർച്ചനയുടെ മനസ്സ് തുറക്കാനുള്ള ചാവിയുമായിട്ട് നടക്കല്ലേ. അതെ, ഈ താടി വളർത്തി തുടങ്ങിയത് കൊണ്ട് ചോദിച്ചതാ. എന്താ, ഇഷ്ടമായില്ലേ? ഇല്ല, ഈ വിഷാദഭാവം സുധിക്ക് ഒട്ടും ചേരില്ല. ശരി, എന്നാ മാറ്റിയേക്കാം. ചില ഫ്രണ്ട്സൊക്കെ പറയുന്നത് എന്നെ താടി വെച്ച് കാണുന്നതാ ഭംഗിയെന്നാ. അവർക്കതില്ല ഭംഗിയെങ്കിൽ മാറ്റണ്ട. മറ്റാരേക്കാളും ഞാൻ വില കൽപ്പിക്കുന്നത് അർച്ചനയുടെ കമന്റിനാണ്. ഇനി അർച്ചന എന്നെ കാണുമ്പോൾ ഒട്ടും താടി ഉണ്ടാവില്ല. പോരെ? ദൈവമേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ച്. അർച്ചന എന്തെങ്കിലും ഒന്ന് പറയാനല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. നമുക്ക് മറ്റെന്തേലും സംസാരിക്കാം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അർച്ചനയ്ക്ക് നന്നായിട്ടറിയാം. വിഷയത്തോടടുക്കുമ്പോൾ എന്നും ഉള്ളതാ തൻ്റെ വഴുതിമാറ്റം. റോഡ് വക്കിൽ നിന്ന് സുധിയോട് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാ. പിന്നെ കല്യാണം. താൻ ഇങ്ങനെ പറഞ്ഞാ എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ? സുധിയുടെ ഭാര്യയാവാൻ യോഗ്യതയുള്ള എത്രയോ കുട്ടികൾ കാത്തിരിക്കുന്നു. സുധി എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? സത്യത്തിൽ ഇതൊരു തരം പരിഹാസാട്ടോ. പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് അർച്ചനയാ. എത്ര നിസ്സാരായിട്ടാ സുധി ജീവിതത്തെ കാണുന്നത്. രണ്ടുപേർ ഇഷ്ടപ്പെടുക, വിവാഹം കഴിക്കുക, ഒന്നിച്ച് ജീവിക്കുക. സുധിയുടെ ചിന്തകൾ അവിടെ തീർന്നു. എല്ലാവർക്കും ഒരുപോലത്തെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം അർച്ചന മനസ്സിലാക്കണം. ഞാൻ എൻ്റെ കാര്യത്തിൽ വിലമതിക്കുന്നത് അർച്ചനയോടൊപ്പമുള്ള ജീവിതത്തിനാണ്. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? അർച്ചനയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ എനിക്കതിനാവില്ല. നമ്മൾ ഒന്നിച്ചുള്ളൊരു ജീവിതത്തെക്കുറിച്ച് അർച്ചന ഒരിക്കൽ പോലും ആലോചിച്ച് നോക്കിയിട്ടില്ലേ? നമ്മുടെ വീട് അതൊരു സ്വർഗം തന്നെയായിരിക്കും. നമ്മളിന്ന് ജന്മം കൊണ്ടൊരു കുഞ്ഞ്. അതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളായിട്ടാണോ അർച്ചന കരുതുന്നത്? നമുക്കതിന് കഴിയില്ല സുധി. എത്രയോ വട്ടം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞതാ. സുധിയോടൊപ്പം ഇറങ്ങി വരാനോ ഒളിച്ചോടാനോ ഒന്നും എനിക്ക് കഴിയില്ല. മനസ്സിൽ പ്രതീക്ഷകളൊന്നും വെക്കാതെ ജീവിക്കാനാ ഞാൻ ഈ നിമിഷം വരെ ശീലിച്ചത്. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയും അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ മുഷിയരുത്. എൻ്റെ മനസ്സിലൊരു പെണ്ണിന് സ്ഥാനമുണ്ടെങ്കിൽ അത് അർച്ചനയ്ക്ക് മാത്രമായിരിക്കും. അതൊരു ഭംഗിവാക്കല്ല. അർച്ചനയ്ക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. സുധിയും അർച്ചനയും നമ്മളെ അറിയുന്നവർ അങ്ങനെ പറയാവൂ. അത് അടർത്തി മാറ്റാൻ അർച്ചനയ്ക്ക് പോലും കഴിയില്ല. മോളെ, എഴുന്നേറ്റ് വാ. നല്ല ചൂടുള്ള സമയാ. പല ഇഴജന്തുക്കളും ഇറങ്ങും. ഞാൻ ഓരോന്നാലോചിച്ചിരുന്നു പോയതാ. ഇങ്ങനെ ഇരുന്ന് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാന്നല്ലേ ഉള്ളൂ. ഒരു ജോലിയെ പറ്റിയാ ഞാൻ ആലോചിച്ചത്. അതുടനെ കിട്ടുമല്ലോ.
ഇന്റർവ്യൂവും റാങ്ക് ലിസ്റ്റും വരാൻ ഇനിയും മാസങ്ങളെടുക്കും. ഇനി അത് കഴിഞ്ഞാൽ തന്നെ റാങ്ക് ലിസ്റ്റ് നോക്കിയില്ലേ നിയമനം. ചിലപ്പോൾ വർഷം ഇനിയും ഒന്നെടുക്കും. എന്നാലും കാത്തിരിക്കാൻ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. 1 വർഷത്തോളം ഞാൻ എങ്ങനെ ഇവിടെ കഴിയും? വെറുതെ ഇരുന്ന പഴയ ചിന്തകളൊക്കെ വരും. ഹിമ മാഡം മനസ്സ് വെച്ച ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റായി ജോലി വാങ്ങി തരാൻ പറ്റും. മാഡത്തോട് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രസവം കഴിഞ്ഞ് 2 മാസം പോലും തികഞ്ഞിട്ടില്ല. മാസം ഒന്നുകൂടെ കഴിയട്ടെ. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. 1 മാസം കഴിയാതെ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഹിമ മാഡത്തോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. പെട്ടെന്നൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ പ്രയാസമാണെന്ന് കുഞ്ഞമ്മയ്ക്ക് അറിയില്ലേ? ചിലപ്പോൾ 1-2 മാസം കഴിയും. എങ്കിലും MCOM വരെ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി മാഡം വാങ്ങിത്തരാതിരിക്കില്ല. അവര് വിചാരിച്ച ആശുപത്രിയിലൊരു ജോലി കിട്ടില്ലേ? നിന്നെ പോലെ എത്രയോ കുട്ടികൾ അവിടെ ഉണ്ട്. വെറുതെ ഒരു ജോലി കിട്ടിയ പോരല്ലോ. 10,000 രൂപയെങ്കിലും സാലറി കിട്ടണ്ടേ കുഞ്ഞമ്മേ? അതിന്റെ ആവശ്യം എനിക്കിപ്പോ ഉണ്ട്. അമ്പിളിയെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടണം. പുനലൂര് നല്ല കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടാവും. നീ എന്തു ഭാവിച്ചു അതൊക്കെ പറയുന്നേ? ഈശ്വരൻ അനുഗ്രഹിച്ച അവളെ ഞാനൊരു ഡോക്ടറാക്കും. അതിനുള്ള ബുദ്ധി അവൾക്കുണ്ട്. നമ്മൾ അതിനുള്ള പണം കണ്ടെത്തിയാൽ മതി. ഇത് വെറും സ്വപ്നമല്ല, ഞാനത് സാധിക്കും. എന്റെ മോളെ, കുഞ്ഞമ്മയ്ക്ക് ഇതൊക്കെ സ്വപ്നമല്ലാതെ വേറെ എന്താണ്? കുഞ്ഞമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളും അന്തസ്സായിട്ട് ജീവിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം കുഞ്ഞമ്മയ്ക്കും ചിറ്റപ്പനും ഉണ്ടാവും. എന്നും ഇങ്ങനെ ഇവിടെ കഴിയേണ്ടി വരില്ല. നീ കേറി വാ, വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. വാ. മോള് കരുതുന്ന പോലെ ഭാമിനിയുടെ ഉള്ളിലെ വിഷമിറക്കാനൊന്നും നിനക്ക് കഴിയില്ല. ആ വിധി വരുന്നതിന് മുമ്പ് അവളെന്നെ കാണാൻ വന്നതാ. അവളുടെ ഭർത്താവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതായിരുന്നില്ല. ഭീഷണി മുഴക്കി അവൾ പോയത്. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ശവം ഒയ്യാരത്ത് വീട്ടുമുറ്റത്ത് കൊണ്ടുവന്നു. എന്നോടുള്ള പകയുടെ പുറത്താ. ഒന്നും അറിയാതെയല്ല നിന്റെ അച്ഛൻ സംസാരിക്കുന്നത്. ആന്റിയുടെ ആ കാലമൊക്കെ പോയച്ചാ. ശരിക്കും രക്ഷപ്പെടുകയല്ലേ ആന്റി ചെയ്തത്? അവളുടെ മനസ്സിൽ നിന്ന് പക കെട്ടടങ്ങില്ല. അത് ഊതിപ്പടർത്താൻ അവക്കൊരു മകളുണ്ട് കൺമുപ്പിൽ. അമ്മ നിന്റെ കൂടെ നിൽക്കാം. വഴിയെ പോയ വയ്യാവേലി തലയിൽ പിടിച്ച് വെക്കണ്ട മോളെ. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ പിരിഞ്ഞ് അമ്മ ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാൽ നിന്റെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവരാം. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങളും വരാം. ഇനി ആന്റിയോട് വരണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു. വരണ്ടെന്ന് ഞാൻ പറഞ്ഞാലും അവർ വരും. അപ്പോ നീ പറയുന്ന പോലെ ഭാവനി വരും. അവളൊരവസരം കാത്തിരുന്നതല്ലേ? കാനഡയിൽ ജീവിച്ച ആന്റിക്ക് അധികാലം ഒന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ തിരിച്ചു പോവും. ഞാനിപ്പോ പേടിക്കുന്നത് നിന്നെയും കുഞ്ഞിനെയും ഓർത്താ. കുഞ്ഞ് നിന്റേതല്ലെന്ന് അവൾ മനസ്സിലാക്കിയാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതിനൊക്കെ കാരണക്കാരി നീ മാത്രമായിരിക്കും. ഒരു കള്ളക്കളി മൂടി വെക്കാനാ നീ ഇവിടെ വന്ന് താമസിക്കുന്നത്. 1.5 വർഷത്തെ വീട്ടു തടവിന് തുല്യമാ നിന്റെ ഇവിടുത്തെ ജീവിതം. അതിനിടയിലേക്കാ വക്രബുദ്ധിയുള്ള ഒരുത്തിയെ പിടിച്ചു കയറ്റുന്നത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബുദ്ധിയില്ലാത്തവളല്ല നീ. നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അവൻ എന്നെ മണ്ടനാക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് പറയാം. പക്ഷേ അവളെന്തിന് സ്തുതിയെ തടയണം? നടരാജൻ മുമ്പ് പറഞ്ഞ പോലെ അവർ തമ്മിൽ എന്തൊക്കെയോ ചില ധാരണകളുണ്ട്. അത് തെറ്റുമെന്ന ഘട്ടം വന്നപ്പോഴാ നിരഞ്ജന സ്തുതിയെ ഞങ്ങളുടെ അടുത്തുനിന്ന് പിടിച്ചോണ്ട് പോയത്. എന്ത് കാരണം തന്നെയായാലും അവർ നമ്മളായിട്ട് വട്ടം കറക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയില്ലേ? എനിക്ക് തോന്നുന്നത് സ്തുതിക്ക് വേണ്ടി നിരഞ്ജന വേഷം കിട്ടിയൊന്നും അല്ലെന്നാ.
അളിയൻ എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഈ തോന്നൽ എനിക്ക് കുറച്ചു മുമ്പേ തോന്നിയതാ. ഫൈസി എനിക്കൊരു സൂചന തന്നിരുന്നു. പ്രോബ്ലം നിരഞ്ജനയ്ക്കാണോ എന്ന്. അവളുമായി അടുപ്പമുണ്ട് ഫൈസിക്കും അവന്റെ ഭാര്യയ്ക്കും. നിരഞ്ജനയ്ക്ക് വേണ്ടിയാ ഫൈസിയെ നമ്മാളുവിന്റെ റിസ്ക് ഏറ്റെടുത്തത്. ഒടുവിൽ അവൾ അവനെതിരെ തിരിഞ്ഞു. ഫൈസി അത് പറഞ്ഞത് മുതൽ എന്റെ മനസ്സിൽ ആ സംശയം വീണതാ. അതിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുതി കൊണ്ട് നടക്കുന്ന പക തന്നെ അവളെ സമർത്ഥമായി സുതി കബളിപ്പിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. സുതി പറയാൻ തുടങ്ങിയതും അവൾ വന്ന് കാണിച്ച പ്രകടനവും കണ്ടെങ്കിൽ നടരാജൻ ഇത് പറയില്ലായിരുന്നു. ശബരിപ്പോഴും പറയുന്നത് വിളിച്ചത് അർച്ചനയാണെന്നാ. അളിയൻ ഇതുകൂടെ പറഞ്ഞപ്പോ അങ്ങനൊരു സാധ്യത തള്ളിക്കളയാനും തോന്നുന്നില്ല. ഓരോന്ന് ആലോചിച്ച് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ് നടരാജ. അളിയനിപ്പോ ഒന്ന് സമാധാനപ്പെട്ടേ പറ്റൂ. സുതിക്ക് പോകാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ പോയി കഴിഞ്ഞാൽ സത്യം എന്താന്ന് തെളിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല. നിരഞ്ജനയുടെ മുന്നിൽ നിർത്തി വേണം അവന്റെ കള്ളക്കളി പൊളിക്കാൻ. ഇപ്പം നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് രാജപ്പനെ. നാവിടുത്തെ തരാതരം പോലെ കള്ളം പറയുന്ന അയാളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? സത്യം എന്താണെന്ന് നമുക്ക് അയാളെ കൊണ്ട് പറയിപ്പിക്കണം. അളിയനുടനെ അയാളെ ഇങ്ങോട്ടൊന്ന് വിളിക്കും.